ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ PYQ സീരീസാണ്, മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്ന് നമ്മുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് ഉണ്ടായിരുന്നില്ല, ഇന്നലെ പത്രമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇല്ലാത്തത്. നാളെ അത് വീഡിയോസ് ഉണ്ടാവും. ഞായറാഴ്ച വീഡിയോ ഉണ്ടാകുന്നതല്ല, നമ്മളത് തിങ്കളാഴ്ചയാണ് കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നും കൂടിയാണ് നമ്മുടെ സാധാരണ തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം. ഡെയിലി ന്യൂസ് അനാലിസിസ് മാത്രമാണ് നമ്മൾ ശനിയാഴ്ച കൂടി ഉൾപ്പെടുത്തുന്നത്. അതുപോലെ നമ്മുടെ നമ്മുടെ ഇതും SCRTയുടെ ക്ലാസ്സും ശനിയാഴ്ച ഉണ്ടാകും. പിന്നെ ക്യൂസ് നമ്മൾ ഉൾപ്പെടുത്താൻ ശനിയാഴ്ച നോക്കുന്നുണ്ട്. ബാക്കി തിങ്കളാഴ്ച മുതൽ വെള്ളി വരെ എല്ലാം നമ്മുടെ സിലബസ് പ്രകാരം നടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ദുഃഖവാർത്തയുണ്ട്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ധനകാര്യമന്ത്രിയും നമ്മുടെ ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയായി മാറ്റിയ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും കരുത്തുറ്റ വ്യക്തിയുമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 233/2023 എന്ന് പറയുന്ന ചോദ്യപേപ്പറിൻ്റെ കോഡാണ്. നോക്കാം. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? അത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. റീസെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അവാർഡുകളോ മറ്റു എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കുക. MD വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും തീർച്ചയായും നോക്കിയേ പറ്റൂ. ഓക്കെ, അപ്പോൾ ജീവിതരസങ്ങൾ എന്ന ആത്മകഥ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് സർദാർ KM പണിക്കരാണ്. ഇത് ഇടക്കിടക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? അത് K ശിവനാണ്. ഇവിടെ സോമനാഥ് ഉണ്ട്. സോമനാഥ് അല്ല, നിലവിലല്ല. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ നേതൃത്വം കൊടുത്തതാണ് ചോദിച്ചത്. K ശിവനാണ്. അടുത്തത്, ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? അത് ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ്. ബോംബെ യൂണിവേഴ്സിറ്റി. അഞ്ചാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? ഭാരതീയ കിസാൻ ശക്തി സംഘടനയാണ്. MKSS എന്നുകൂടി ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കടന്നു വരും, പഠിച്ചേക്കാം. അടുത്ത, ഇന്ത്യയിൽ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എപ്പോഴാണ്? അത് 1 ജൂലൈ 2017 1 ജൂലൈ 2017 അതായത് 2017 ജൂലൈ 1 GSTയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നമ്മുടെ GST നികുതി സ്ലാബൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത. അടുത്ത, 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരനാരാണ്? അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അപ്പോൾ ഈ പറയുന്ന MD ഒന്ന് നോക്കണം. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരങ്ങളൊക്കെ നോക്കി പോവുക. അടുത്തത്, ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം? അത് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം കാണുന്നുണ്ട്. അപ്പോൾ നീരജ് ചോപ്ര പ്രത്യേകം പഠിച്ചിട്ട് ഒന്ന് പോകാൻ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ ടോക്കിയോ ഒളിമ്പിക്സും പാരീസും. അടുത്തത്, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? അത് ഉണർവെന്നാണ്. എന്താണ് ഉണർവ്? പദ്ധതികളൊക്കെ പഠിക്കണം. 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഇതിൽ 3ഉം 4ഉമാണ് ശരിയായത്. ഡെൽറ്റകൾ കാണപ്പെടുന്നു സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ. കാരണം ഇങ്ങനെയാണ്, ഈ ഒരു ഏരിയയിലാണ് എന്ത് നമ്മുടെ കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. കിഴക്ക് ഇവിടെയാണ് തീരസമതലം. ഇവിടെ എന്താണ് ഉള്ളത്? സുന്ദരവനമുണ്ട്. അതുപോലെ ഡെൽറ്റ രൂപപ്പെടുന്ന അവിടെയാണെന്ന് പറഞ്ഞു. അറബിക്കടലൊക്കെ ഈ ഏരിയയിലാണ്. വീതി കുറവും നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഏരിയയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക. അടുത്ത, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ ആണ്. SCRTയിലുണ്ട്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത? ദേശീയ ജലപാത 3 കേരളത്തിലുള്ളത്. ദേശീയ ജലപാത എല്ലാ പരീക്ഷകളും ചോദിക്കുന്നത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കുക. അടുത്ത, താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ആണവോർജ്ജ നിലയങ്ങൾ ഏതൊക്കെ സംസ്ഥാനത്തുണ്ടെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കുക. നമ്മൾ ഒരു റീല് പോലെ തരാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? കൽക്കരിയാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരിയാണ്. മറ്റത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഉത്തരം ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഓക്കെ, പഠിച്ചേക്കുക. SCRTയിലുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം? അത് ദിഗ്ബോയ് ആണ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. ഇതെല്ലാം SCRT ആണ്. അടുത്ത, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. ബാക്കിയെല്ലാം സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A. എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതാണ് മൗലിക കടമകൾ, കർത്തവ്യങ്ങൾ. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം? അത് വെള്ള നിറമാണ്. വെള്ള നിറം. മറ്റൊന്ന്, 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി പതിപ്പിനാണ്.
ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1993. നമ്മളിങ്ങനെ പോകുന്നത് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയതാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ. അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ പ്രധാനമായി നോക്കി പോകുന്നത്. 27ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല എന്നതാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ് അന്നത്തെ. ഓക്കെ, ഇന്ന് മാറിയിട്ടുണ്ട്, രാജസുബ്രഹ്മണ്യമൊക്കെ വന്നിട്ടുണ്ട്, പഠിച്ചേക്കുക. അടുത്തത് 31 ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 1922 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ സംഘടന രൂപീകരിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഏതാണ്? 1ഉം 2ഉമാണ് ബന്ധമില്ലാത്തത്, 3 മാത്രമാണ് ബന്ധമുള്ളത്. 32 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ശരിയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. തെറ്റാണ്. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റെഫോർഡ് ക്രിപ്സിനിയിൽ ഒരു ദൗത്യസംഘത്തെ അയച്ചു. ശരിയാണ്. അപ്പോൾ ഏതാണ്? ബി, 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ശരിയാണ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ശരിയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം. ശരിയാണ്. നയിം ദാലി ഗാന്ധിജിയാണ്. അത് തെറ്റാണ്. അപ്പോൾ 4 മാത്രമാണ് തെറ്റ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അത് അഭയാർത്ഥി പ്രഭാവം ഉണ്ടായിരുന്നു, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ വിയോജനം, അധീന പ്രദേശം. ഇതാണ് ഇല്ലാത്തത്. 3 മാത്രമാണ്. സി. 35ാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവവുമായി യോജിക്കാത്തത് 916 DK കാർവ് ഇന്ത്യയിലായിട്ട് വനിതാ സർവകലാശാല സ്ഥാപിച്ചു. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ വിശ്വഭാരതി സർവകലാശാല, നാരായണ മേനോൻ കേരള കലാമണ്ഡലം. ഇതിൽ 2 മാത്രമാണ് യോജിക്കാത്തത്. 36 നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ അല്ല, വന്ദേമാതരം അല്ല, കേസരി മറാത്ത ബാലഗംഗാധരക്ക്. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായത്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി എന്ന് പറയുന്നത് 3ഉം 4ഉം മാത്രമാണ്. 3ഉം 4ഉം മാത്രം. 38 ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ അയ്യൻഷീർ ആദ്യത്തെ പ്രസിഡന്റ് അല്ല എന്നത് മാത്രമാണ്. 4 മാത്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ 2ഉം 3ഉം മാത്രമാണ് ശരി. 2ഉം 3ഉം മാത്രമാണ് ശരി. 40 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതാണ്? ഇതെല്ലാം ശരിയാണ്. 41ാമത്തത് താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. ഇതിൽ 1ഉം 2ഉം 4ഉമാണ് ശരി, 3 തെറ്റാണ്. 1ഉം 2ഉം 4 ശരിയാണ്. അടുത്ത കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് 2 മാത്രമാണ്. ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതിൽ നമ്മളത് 2ഉം 3ഉമാണ് ശരി, 1 തെറ്റാണ്. കൊല്ലം മുതലല്ല വടക്ക്, അത് ശരിയാണ്. ഇതാണ് സി. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് എന്ന് പറയുന്നത് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. തെറ്റ്. ബാക്കി 2ഉം ശരിയാണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അത് 2ഉം 3ഉമാണ്. 2ഉം 3ഉം. കാനഡയല്ല, ചൈനയാണ്. ഓക്കെ. മലബാറിലെ ആദ്യത്തെ കുറ്റ്യാടിയാണ്, ശബരിഗിരി അല്ല. ഓക്കെ. അത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ തെറ്റായി എന്നത് 1ഉം 3ഉമാണ് തെറ്റ. നെല്ലിക്കാമ്പെട്ടി എന്ന് തുടക്കത്തിൽ അറിയപ്പെടുന്ന പറമ്പിക്കുളം അല്ല. അതുപോലെ വയനാട് വന്യജീവി ആനയാണ്. ഏറ്റവും കാട്ടുപോത്തുകൾ കണ്ടപ്പോൾ പെരിയാറിലാണോ? അല്ല. 1ഉം 3ഉമാണ് ഇല്ലാത്തത്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിലെല്ലാം ശരിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തിയാണോ? അല്ല. പിന്നെ കേരള മത്സ്യബന്ധന കുഫോസ് തിരുവനന്തപുരത്തല്ല, കൊച്ചിയിലാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയല്ല, യോജിക്കാത്തത്. ഗോതവർമ്മ രാജ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ എല്ലാം ശരിയാണ്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 2ഉം 3ഉമാണ് ശരി, 1 തെറ്റാണ്. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മന്നത്ത് പത്മനാഭൻ 1ഉം 2ഉം 3ഉം. 1ഉം 2ഉം 3, 4 തെറ്റ്. കോടഞ്ചേരി പ്രസവം സി കേശവനാണ്. അടുത്തത് 52 കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. VT പട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിലെല്ലാം ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ. ഇതിൽ 2ഉം 3ഉം 4ഉമാണ്, 1 തെറ്റാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി. ഇതിൽ സി ആണ്. 1 സി ആണ്. 1 2 എ ആണ്. 2 എ ആണ്. 3 ഡി ആണ്. 3 ഡി. 4 ബി. ഇങ്ങനെയാണ് വരുന്നത്. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. ഇതിൽ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഇത് തെറ്റാണ്.
അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതിൽ 3, 4 ആണ് ശരി. 3, 4 ശരി. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതിലെല്ലാം ശരിയാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. സി ആണ്. 1 ബി ആണ്. ഇത് 1. 2 സി ആണ്. 2. 3 എ ആണ്. 3, 4. ഇതാണ് ശരിയായ അവസ്ഥ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളിലെ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20%. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു റിക്കറ്റ്സി ആണ്. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ വസ്തു പദാർത്ഥമായി യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതു മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? അത് നൈട്രജന്റെയാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലത്തിന്റെ. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി ഉയർത്തുന്ന പ്രദേശം തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. സങ്കരയിനം നെല്ലിന് ഉദാഹരണമാണ് അന്നപൂർണ. പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ, അതാണ് റൈസോബിയം. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ബി. 1, 2, 4. 3 തെറ്റ്. താഴെ പറയുന്നവയിൽ ഇതിനകത്ത് ഉത്തരം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 71 മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്ന സി ആണ് ഉത്തരം. 1, 4 ആണ്. 2, 3, 3, 1, 4, 2. ഇതാണ് ശരിയായത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമാണ്? ഹൈഡ്രജൻ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. അസറ്റിക് ആസിഡാണ് രാസവളങ്ങളുടെ നിർമ്മാണം. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ അൾട്രാസോണിക് ആണ്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് പ്രകീരണനം. താഴെ പറയുന്നതിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് പാസ്കൽ. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. അടുത്തത് ഏത് സംഖ്യയുടെ 40% 32? 80. 14നെയും 16നെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ അത് 112. അടുത്ത 83ാമത്തത് ബി ആണ് ഉത്തരം. 600ന്റെ 8% 48. 85ാമത്തത് എ. 86ാമത്തത് ഡി. 87ാമത്തതിൻ്റെ ഉത്തരം സി. 88 ബി. 89 എ. 90 എ. 91 സി. 92 ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 93 എന്ന് പറയുന്നത് ബി ആണ്. 94 ഡി ആണ്. 95 ബി ആണ്. 96 സി. 97 ബി. 98 എ. 99 ഡി. 100 ഡി. ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഈ ചോദ്യപേപ്പർ ചെയ്തിട്ട് മാർക്ക് കിട്ടിയതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യപേപ്പറാണ്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് വിശദമായി നമ്മൾ ചോദ്യങ്ങൾ വെച്ച് പഠിച്ചു പോകും. ഓക്കെ. അതുപോലെ തന്നെ മാത്സിൻ്റെ വർക്കൗട്ട് നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ക്യൂസിൻ്റെ കൂടെ ഉൾപ്പെടുത്തി തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്